+1 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 8ാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അല്ലേ. 8ാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 9ാമത്തെ യൂണിറ്റ്, ദ 9th ചാപ്റ്റർ, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിനെ കുറിച്ച് 9ാമത്തെ യൂണിറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആസ് എ ലിവിങ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ came into existence on 26th January 1950. More than 60 years after that, the same constitution exists and function in India. അറിയാമല്ലോ നിങ്ങൾക്ക്. Our constitution came to existing 26th January 1950. 1950 ജാനുവരി 26-നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 60 years, 60 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഭരണഘടന തന്നെയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ആണല്ലോ. came to exist in and function in India. These documents may require modification according to the socio-economic changes, therefore amendments are used. So ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള സം ചേഞ്ചസ് ദാറ്റ് വി ഒക്വേർഡ് അല്ലേ, the socio-economic and political changes that will be occurred during this time. So there must be a modification. They required a modification according to the socio-economic and political changes. Therefore amendments are used. In constitution there are so many amendments are used for the changing of the constitution. But this we can say that our constitution is a living document. So our constitution says that our constitution is a living document. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് പറയാൻ കാരണം there must be changes or amendment according to the changes of the society. സമൂഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക വ്യത്യാസങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള ചേഞ്ചസിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും എന്ത് വരുത്തുന്നുണ്ട്? ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതിനെ അമെൻഡ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി വരുത്താറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണെന്ന് പറയാനും കാരണം. ഓക്കെ, നോക്കുന്നത് എന്താണ് അമെൻഡ്മെൻറ്റ്? വാട്ട് ഈസ് അമെൻഡ്മെൻറ്റ്? എന്താണ് അമെൻഡ്മെൻറ്റ്? എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ നോക്കാം. അമെൻഡ്മെൻറ്റ് മീൻസ് ടു റിമൂവ് ഓർ ഇൻക്ലൂഡ് എ ന്യൂ ലോ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ടു മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് ലോ എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അമെൻഡ്മെൻറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ? റിമൂവ് ഓർ ഇൻക്ലൂഡ് ഇൻ എ ലോ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ടു മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് ലോ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള നിയമങ്ങളെ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ അമെൻഡ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റ് ഹാവ് ദി പവർ ടു അമെൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് അതോറിറ്റി ടു അമെൻഡ്മെൻറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിനാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരമെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 368 ഡീൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. ഭരണഘടനയിലെ 368 വകുപ്പാണ് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റിനെ കുറിച്ച്, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി നോക്കാം കണ്ടൻസ് ഓഫ് ദി അമെൻഡ്മെൻറ്റ് മെയ്ഡ് സോ ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻഡ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ള അമെൻഡ്മെൻറ്റുകൾ, ഏതൊക്കെ രീതിയിലുള്ള അമെൻഡ്മെൻറ്റുകളാണ് ഭരണഘടനയിൽ ഉണ്ടാക്കാറുള്ളത്? ഫസ്റ്റ് വൺ, അമെൻഡ്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെക്നിക്കൽ. സെക്കൻഡ് വൺ, അമെൻഡ്മെൻറ്റ് ത്രൂ പൊളിറ്റിക്കൽ കോൺസെൻസസ്. തേർഡ് വൺ, അമെൻഡ്മെൻറ്റ് ഓഫ് ഡിഫറിംഗ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, എന്താണ് അമെൻഡ്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെക്നിക്കൽ? എന്തൊക്കെയാണ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെക്നിക്കൽ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. എന്താണ്? ഇറ്റ് മീൻസ് ടു ഇൻക്ലൂഡ് എ ന്യൂ ലോ ബൈ റിമൂവിങ് ദി എക്സിസ്റ്റിംഗ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അമെൻഡ്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെക്നിക്കൽ, സാങ്കേതികപരമായിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ അമെൻഡ്മെൻറ്റിന് എന്താ പറയുന്നത്? ഇറ്റ് മീൻസ് ടു ഇൻക്ലൂഡ് എ ന്യൂ ലോ ബൈ റിമൂവിങ് ദി എക്സിസ്റ്റിംഗ് ലോ. നിലവിലുള്ള നിയമത്തിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ചേഞ്ചസ് ഇൻ ദ റിട്ടയർമെൻറ്റ് ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജസ് 6 to 62.
അതെന്താണ്? ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ ഹൈക്കോർട്ട് ജഡ്ജസ്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്നും 62 എന്ത് ചെയ്തു? ഉയർത്തി. അപ്പോൾ 60 എന്നത് എടുത്തു മാറ്റിക്കൊണ്ട് 62 എന്ന പുതിയ ഏജ് അവിടെ കൊണ്ടുവന്നു. അതാണ് ഒരു അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ഒറിജിനൽ പ്രൊവിഷൻ ഫോർ SC/ST വാസ് ഓൺലി ദ 10 years. ഇറ്റ് റിവൈസ്ഡ് എവരി ഇയർ. 10 വർഷത്തേക്കാണ് SC/ST-കാർക്ക് എന്തുള്ളത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രൊവിഷൻ നിലനിൽക്കുന്നത്. അതിനെ എന്ത് ചെയ്തു? ഇറ്റ് വിൽ ബി റിവൈസ്ഡ് എവരി ഇയർ. എല്ലാ വർഷവും അത് എന്ത് ചെയ്യണം? 10 വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമെൻഡ്മെന്റും ഭരണഘടനയിൽ കൊണ്ടുവന്നു. ഓക്കെ. The next one, amendment of differing interpretation. എന്താണ്? The parliament may look at the provision in the constitution from one angle and interpret them. According to judiciary may have different view. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനെ വിവിധ രീതികളിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ആൻഡ് അതുപോലെ തന്നെ ജുഡീഷ്യറിക്ക് എന്തുണ്ട്? അതിനെ മാറ്റം വരുത്തുന്നതിനുള്ള അധികാരം അക്കോർഡിംഗ് ടു ജുഡീഷ്യറിയുടെ വ്യൂ എന്താണോ അതിനനുസരിച്ച് പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തുന്നതിന് സാധിക്കുന്നു. ഓക്കെ. When there is a clash of views, the parliament being in the amendment to the support of their view. എന്തെങ്കിലും പ്രശ്നം, അതായത് there is a clash between the judiciary and the parliament views. എന്താണ്? ജുഡീഷ്യറിയും പാർലമെന്റ് വ്യൂസും തമ്മിൽ എന്തെങ്കിലും ക്ലാഷോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പാർലമെന്റിന്റെ വ്യൂസിനനുസരിച്ച് അതിന് മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ. ദ തേർഡ് വൺ ഈസ് അമെൻഡ്മെന്റ് ഓഫ് ഡിഫറിംഗ് ഇന്റർപ്രിട്ടേഷൻ. അമെൻഡ്മെന്റ് ഓഫ് ഡിഫറിംഗ് ഇന്റർപ്രിട്ടേഷൻ. അതിൽ പറയുന്നത് എ നമ്പർ ഓഫ് അമെൻഡ്മെന്റ് റിസൾട്ട് ഫ്രം ദി കൺസെൻസ് എമംഗ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ്. സം ചേഞ്ചസ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ദ പൊളിറ്റിക്കൽ ഫിലോസഫി ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ. ചില ഭരണഘടനാ ഭേദഗതികൾ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലും എന്താണ് രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ ആസ്പിറേഷൻസിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാറുണ്ട്? അഭിലാഷങ്ങൾക്ക് അടിസ്ഥാനത്തിലും മാറ്റം വരുത്താറുണ്ട്. അതിലൊരു എക്സാമ്പിൾ 52 അല്ലെങ്കിൽ 52nd അമെൻഡ്മെന്റ് ഇൻ ആൻ എക്സാമ്പിൾ. 52ാമത്തെ ഭേദഗതി അതിനൊരു എക്സാമ്പിൾ. ദിസ് വാസ് ഫോർ ആൻറ്റി ഡിഫെക്ഷൻ. എന്താണ്? ആൻറ്റി ഡിഫെക്ഷൻ ആണ് 52ാമത്തെ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കോൺട്രവേഴ്സിയൽ അമെൻഡ്മെന്റ്. സം അമെൻഡ്മെന്റ് ജനറേറ്റ്സ് എ ലോട്ട് ഓഫ് കോൺട്രവേഴ്സി. ചില അമെൻഡ്മെന്റുകൾ എന്തുണ്ടാക്കാറുണ്ട്? ലോട്ട് ഓഫ് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ. ചില ഭരണഘടനാ ഭേദഗതികൾ എന്തുണ്ടാക്കാറുണ്ട്? ചില കോൺട്രവേഴ്സീസ്, ചില തർക്കങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ദ ഒപ്പോസിഷൻ പാർട്ടി ഡ്യൂറിംഗ് 1971 to 76 പീരിയഡ് ക്രിറ്റിസൈസ് ദീസ് അമെൻഡ്മെന്റ്. There are 38, 39, 42 and 44 amendments as an attempt by the ruling party to subvert the constitution. അതായത് 1971 to 76 വരെയുള്ള ഓപ്പോസിഷൻ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി, ആ കാലഘട്ടത്തിൽ ചെയ്ത ഭേദഗതി വരുത്തിയിട്ടുള്ള 38, 39, 42, 44 ഭേദഗതികളെ എന്ത് ചെയ്തിരുന്നു? ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. ഓക്കെ. These amendment came during the internal emergency in the country. അതെന്ത് ചെയ്തു? ഒരു അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഓക്കെ. ഇനി എങ്ങനെയൊക്കെയാണ് മെത്തേഡ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? എങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യാൻ സാധിക്കുക? അമെൻഡ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. മെത്തേഡ് ഓഫ് അമെൻഡ്, എങ്ങനെയാണ് ഭരണഘടന ഭേദഗതി വരുത്തുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ്, there are 3 steps to amend the constitution. 3 വഴികളിലൂടെയാണ്, 3 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. ഒന്ന്, സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ്. നെക്സ്റ്റ്, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ്. ആൻഡ് തേർഡ് വൺ, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. എന്ന് പറഞ്ഞാൽ ഒന്ന് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ്, പാർലമെന്റിന്റെ ആനുപാതികം അല്ലെങ്കിൽ പ്രാതിനിധ്യം. സ്പെഷ്യൽ മെജോറിറ്റി, പ്രത്യേക പ്രാതിനിധ്യം, പാർലമെന്റിന്റെ പ്രത്യേക പ്രാതിനിധ്യം. ആൻഡ് ദ തേർഡ് വൺ, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം തന്നെ എന്തും വേണം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം കൂടി ആവശ്യമാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കാം. എന്താണ് സിമ്പിൾ മെജോറിറ്റി? ഫസ്റ്റ് വൺ, സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. Simple majority of system is the most easiest way to amend the constitution. Simple majority system ആണ് അമെൻഡ്മെന്റ് ചെയ്യാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. It needs to majority of parliament members which are presented and president consent the essential for the approval of the amendment.
അതായത് എങ്ങനെയാണിത് ഭേദഗതി വരുത്തുന്നത്? ഇറ്റ് നീഡ് ദ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ് മെമ്പേഴ്സ് വിച്ച് ആർ പ്രസന്റഡ് ആൻഡ് പ്രസിഡന്റ് കൺസെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി അപ്രൂവൽ ഓഫ് അമെൻഡ്മെന്റ്. അതായത് പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ എന്താണ് മെജോറിറ്റി ആളുകളും എത്തിയിട്ടുണ്ടെങ്കിൽ, മെമ്പേഴ്സ് പ്രസന്റഡ് ആണെങ്കിൽ, then will be the constitution will be amended by the president. പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം, ഭരണഘടന ഭേദഗതി വരുത്താം. എക്സാമ്പിൾ, ടു ഫോം ന്യൂ സ്റ്റേറ്റ്സ്. ടു ഫോം ന്യൂ സ്റ്റേറ്റ്, അതായത് എന്താണ് പറഞ്ഞത്? അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ടു ഫോം ന്യൂ സ്റ്റേറ്റ്, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന്. ടു ചേഞ്ച് ദ നെയിം ആൻഡ് ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ്, അതായത് എന്താണ്? അതായത് സംസ്ഥാനങ്ങളുടെ ടു ചേഞ്ച് ദ നെയിം ഓഫ് ദി സ്റ്റേറ്റ്സ് ആൻഡ് ദ ബൗണ്ടറി ഓഫ് ദി സ്റ്റേറ്റ്സ്, ബൗണ്ടറികളും അതിർത്തികളും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിൻ്റെ പേരുകളും മാറ്റുന്നതിന്. പ്രോബ്ലം റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ്, അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക്. ഇറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ദി 1456 ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ചെയ്യാം എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ 1, 4, 5, 6 ഷെഡ്യൂളുകളിൽ പറയുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ്. പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് പാർലമെന്റിന്റെ ചില വിഷയങ്ങളിൽ, ചില ഭരണഘടനാ ഭേദഗതികൾക്ക്. ഇൻ സം സ്പെഷ്യൽ കേസസ് ഓഫ് ദി ചേഞ്ചസ് അല്ലെങ്കിൽ ദി അമെൻഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ് ഈഫ് നീഡഡ് ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ വേ അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഹിയർ 3/2 മെജോറിറ്റി ഈസ് നീഡഡ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ചില കേസുകളിൽ, ഭരണഘടനാ ഭേദഗതികളിൽ പാർലമെന്റിന്റെ 3/2 മെജോറിറ്റി ആളുകളും എന്ത് ചെയ്യണം? ആവശ്യമാണ് ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിന്. ദ കൺസെന്റ് ഓഫ് ബോത്ത് ഹൗസസ് ഈസ് എസെൻഷ്യൽ ടു അമെൻഡ് ദി ബിൽ. അത് രണ്ട് ഹൗസിൻ്റെ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും എന്ത് വേണം? കൺസെന്റ് ആവശ്യമാണ്. എക്സാമ്പിൾ, ദ തേർഡ് പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ദ ഫോർത്ത് പാർട്ട് DPSP. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്സ് പോളിസിയിലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിലെ ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ചേഞ്ച് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓർ ദി അമെൻഡ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ, എസ്പെഷ്യലി ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ദ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്സ് പോളിസി. ഓക്കെ, ഇതിനെന്ത് ആവശ്യമാണ്? രണ്ട് സഭകളുടെയും, അതാണ് പറഞ്ഞത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. ആൻഡ് ദ തേർഡ് വൺ, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇരു സഭകളുടെയും അംഗീകാരത്തോടൊപ്പം തന്നെ എന്തും ആവശ്യമാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം കൂടി ഇതിനാവശ്യമാണ്. എന്താണ് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അമെൻഡ്മെന്റ് ഇൻ ദി പാർലമെന്റ്. ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. ദ 3/2 മെജോറിറ്റി ഫ്രം ദി പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നീഡഡ് ഫോർ ദിസ് അമെൻഡ്മെന്റ്. അതെന്താണ്? അതായത് 3/2 ആളുകളുടെയും ഇരുസഭകളിലെയും ആളുകളുടെ അംഗീകാരവും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ, അതായത് സംസ്ഥാന നിയമസഭകളുടെ പകുതി പേരും ഇതിനെ അനുകൂലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ബി അമെൻഡ്. എക്സാമ്പിൾ ആയിട്ട്, ടു റിമൂവ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. എന്താണ്? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും റിമൂവ് ചെയ്യുന്നതിന്, അതായത് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും സ്ഥലസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന്. ടു റിമൂവ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിന്. പ്രോബ്ലം റിലേറ്റഡ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കോൺഫ്ലിക്ട്, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രോബ്ലം റിലേറ്റഡ് ടു എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രോബ്ലം റിലേറ്റഡ് ടു തേർഡ് ലിസ്റ്റ്, മൂന്നാമത്തെ ലിസ്റ്റിൽ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്, മൂന്നാം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് പരീക്ഷയ്ക്ക് വരുന്ന, ദിസ് വിൽ ബി എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഇതാണ് ഈ പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്, ദ സ്റ്റെപ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ട മറ്റൊന്ന്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് നേച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് നേച്ചർ ആൻഡ് ഫംഗ്ഷൻ.
നോക്കാൻ എന്തൊക്കെയാണ്? സെക്യുലറിസം, മതേതരത്വമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സെക്യുലറിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. ദ ഹൈക്കോർട്ട് ആൻഡ് ദ സുപ്രീം കോർട്ട്, അല്ലേ? സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്ററി സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഒരു പാർലമെന്ററി സിസ്റ്റം നിലനിൽക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക സമത്വം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. റൂൾ ഓഫ് ലോ, നിയമങ്ങൾ, എങ്ങനെയാണ് നിയമങ്ങൾ പാലിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നു. ദ ഫെഡറൽ സിസ്റ്റം, സ്റ്റേറ്റ് ആൻഡ് ദ ഗവൺമെൻറ്, സ്റ്റേറ്റ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെൻറ്. The power will be divided into state and the central government. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഫെഡറൽ സിസ്റ്റം, ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ജുഡീഷ്യറി റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യറി പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നതിനുള്ള, പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനാൽ നോക്കാം എന്താണ് കോൺട്രവേഴ്സ്യൽ അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ആ കോൺട്രവേഴ്സ്യൽ അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ സം മെമ്പേഴ്സ് ഡിമാൻഡഡ് ഫോർ ദി അമെൻഡ്മെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സം ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് കോൾഡ് കോൺട്രവേഴ്സ്യൽ അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്തണമെന്ന് ചില ആളുകൾ നിർദ്ദേശിക്കുകയും എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, സം പേഴ്സൺസ് എന്താണ് ഓപ്പോസിറ്റ്സ്, അതിനെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റായിട്ട് ഭരണഘടന ഭേദഗതി വരുത്തണ്ട എന്നും ചില ആളുകൾ നിർദ്ദേശിക്കാറുണ്ട്. ഇറ്റ്സ് കോൾഡ് കോൺട്രവേഴ്സ്യൽ അമെൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, മെത്തേഡ് ഓഫ് അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അമെൻഡ്മെൻറ്റിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയൊക്കെ നമുക്ക് അമെൻഡ്മെൻറ്റ് ചെയ്യാം, അതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നമുക്ക് പഠിക്കാം. ഈ ക്ലാസ്സിൽ ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. എന്താണ് ഭേദഗതി എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഭരണഘടന ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ ദി അമെൻഡ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇൻ ദിസ് ചാപ്റ്റർ ദിസ് ഈസ് ദ മെയിൻ ടോപ്പിക് റിലേറ്റഡ് ടു ദി എക്സാമിനേഷൻ. ഓക്കെ, എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്, വാട്ട് ഈസ് അമെൻഡ്മെൻറ്റ് എന്നതും അതുപോലെ തന്നെ അമെൻഡ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നത് നോക്കാം. എന്താണ് അമെൻഡ്മെൻറ്റ്? അമെൻഡ്മെൻറ്റ് മീൻസ് ടു റിമൂവ് ഓർ ഇൻക്ലൂഡ് എ ന്യൂ ലോ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ടു മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാറ്റം വരുത്തുകയോ പുതിയ ഭാഗം കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ളതിനെ പരിഷ്കരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത് എന്താണ്, ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ 368 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഔട്ട്ലൈൻ ദ ടു പ്രൊസീജിയർ ഫോർ ദി അമെൻഡ്മെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഹവർ ദർ ആർ 3 ways to amend the constitution. These are എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 3 രീതിയിലാണ്, 3 മാർഗ്ഗങ്ങളിലൂടെയാണ് ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെൻ്റ് ആണ്. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ഒന്ന്. There are many articles in the constitution which mention that these articles can be amended by the simple law of the parliament. ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെൻറ്റിലെ ഇരുസഭകളുടെയും കേവല ഭൂരിപക്ഷമേ ആവശ്യമുള്ളൂ. These provisions of the constitution can be amended by the simple majority of the two houses of parliament. അപ്പോൾ ഇരുസഭകളും എന്ത് ചെയ്യണം, ഇരുസഭകളുടെയും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം എന്നതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇരുസഭകളിലും ഹാജരായവരുടെ വോട്ട്, അവരുടെ അംഗങ്ങളുടെ വോട്ടിനെ അനുസരിച്ചിട്ടുള്ള ഭൂരിപക്ഷം എന്നതാണ്. Simple majority means the majority of the members of each house present and voting. These parts of the constitutions are very flexible. For example, Article 2 says that Parliament may by law admit into the Union or establish new states on such terms and conditions as it thinks fit. Here, the word by law indicates that the article can be modified by the Parliament without recourse or to the procedure laid down in the Article 368. എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട 2 വ്യത്യസ്ത നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കാം ഇതിൽ എന്താണ് പറയുന്നത്. അതായത്
ഇരു സഭകളും പാസാക്കിയ ബില്ല് പ്രസിഡന്റിൻ്റെ സമ്മതത്തിനായി സമർപ്പിക്കുകയും പ്രസിഡന്റ് അംഗീകരിക്കുന്നതിനോടെ ഭേദഗതി നിലവിൽ വരുന്നു. ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി നടപടികളെക്കുറിച്ചാണ് താഴെ വിവരിക്കുന്നത്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു ഇത് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെൻറ്റ് ഇൻ ബോത്ത് ദി ഹൗസ് ഓഫ് സെപ്പറേറ്റ്ലി ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. അതിലെന്താ പറയുന്നത്? Majority of the provisions of the constitutions can be amended by a special majority of the parliament in both the houses separately. It requires two different kind of special majorities. അപ്പോൾ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിലെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രത്യേക ഭൂരിപക്ഷം എന്നാൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഭൂരിപക്ഷമാണ്. ഒന്ന് മെജോറിറ്റി ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഈച്ച് ഹൗസസ് മോർ ദാൻ 50%. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒന്ന് സഭയുടെ മൊത്തം അംഗബലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പകുതി മോർ ദാൻ 50%. ഓക്കെ, 50% എന്തെങ്കിലും ചെയ്യണം, ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസസ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. മറ്റൊന്ന് പാർലമെൻറ്റിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 വിഭാഗത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്. ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ് മസ്റ്റ് പാസ് ദി amendment bill separately in the same manner. There is no provision for a joint session. Lok Sabha, there are 545 members. Therefore, any amendment must be supported by a minimum 273 members. Even if only 300 members are present at the time of voting, the amendment bill must get the support of 273 out of them. അത് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഏത് ഭരണഘടനാ ഭേദഗതിക്കും ഏകദേശം ലോക്സഭയിൽ 545 അംഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ 273 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഭേദഗതി ബില്ലിൻ്റെ വോട്ടെടുപ്പ് സമയത്ത് എന്ത് ചെയ്യണം? 300 അംഗങ്ങൾ മാത്രമേ സഭയിൽ ഹാജരായിട്ടുള്ളൂവെങ്കിലും ഭരണഘടനാ ഭേദഗതിക്ക് 273 അംഗങ്ങളുടെയും പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ, ദ സി സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെൻറ്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെൻറ്റിലെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ കാര്യത്തിലും കേവല ഭൂരിപക്ഷം മാത്രമേ ഭരണഘടനാ ഭേദഗതി അംഗീകാരത്തിന് ആവശ്യമുള്ളൂ. Some provisions of the Constitution can be amended by the special majority of the both houses of the Parliament and also with the consent of not less than half of the state's legislature by a simple majority. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇൻ ദിസ് ചാപ്റ്റർ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. എന്താണ് അമെൻഡ്മെൻ്റ് എന്നതും അമെൻഡ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്താണെന്നതും. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 10ാമത്തെ യൂണിറ്റുമായിട്ട് കാണാം.